ഹലോ വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി വെച്ച് ചെയ്യുന്ന ബ്രൗണീസാണ് സെയിൽ ചെയ്യാറുള്ളത്. ഇത് വന്നിട്ട് ½ kg റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ടിന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ആക്കി വെക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 ഇഞ്ച് ടിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ഇഞ്ച് ടിന്നും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് ടിന്നെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി 100 ഗ്രാമിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. സോൾട്ടട്ടോ അൺസോൾട്ടട്ടോ ഏത് വേണേലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിലൊന്നും ആക്കി എടുത്തിട്ടില്ല. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലാക്കണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വാനിലയുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. കവച്ചർ ചോക്ലേറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ ബ്രൗണി കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ കോമ്പൗണ്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഡബിൾ ബോയിൽ മെത്തേഡോ അല്ലെങ്കിൽ ഡയറക്റ്റ് അടുപ്പത്ത് വെച്ചോ ചൂടാക്കി ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. അതിനുശേഷം നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ബ്രൗണി ചെയ്യുമ്പോഴത്തേന് പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തരിയുള്ള പഞ്ചസാര പ്രത്യേകം ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് നോർമൽ ഷുഗർ വൈറ്റ് ഷുഗറിനേക്കാളും ബ്രൗൺ ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതായാൽ 1 കപ്പ് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടിക്കാൻ എടുക്കുമ്പോഴത്തേന് 1/4 കപ്പ് എടുത്തിട്ട് അത് പൊടിച്ച് കഴിയുമ്പോൾ 1 കപ്പ് ആ ഒരു മെഷർമെൻറ്റിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ബാറ്റർ. അതിനുശേഷം 2 കോഴിമുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 by 1 ആയിട്ട് വേണം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്ത മുട്ടയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ. 1 കപ്പ് മൈദയിൽ 4 ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷം ആ മൈദയ്ക്ക് പകരം 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി 1/4 കപ്പ് മൈദയും ഫില്ല് ചെയ്ത് അങ്ങനെ 1 കപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ബാറ്ററിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാൻ ഹൂട്ടൻ്റെ കൊക്കോ പൗഡറാണ്. നല്ല ബ്രാൻഡ് കൊക്കോ പൗഡർ തന്നെ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രൗണി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാറ്ററൊക്കെ മിക്സാക്കി എടുത്തതിന് ശേഷം ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഓവൻ ഒരു 10 മിനിറ്റ്സ് 170 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഓവനിലോട്ട് ഇത് വെച്ച് 170 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് ഇതിനുള്ളിൽ നമ്മുടെ ബ്രൗണി ബേക്കായി കിട്ടും. അപ്പോൾ ആ ഒരു ടൈമാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ടോപ്പിങ്സ് ആയിട്ട് ഞാൻ ആൽമണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. വാൾനട്ട്സ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഹേസൽനട്ടോ അങ്ങനെ എന്ത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നട്ട്സൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ബ്രൗണി ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ 30 മിനിറ്റ്സ് ആയപ്പോഴത്തേനും എനിക്ക് ബ്രൗണി ഇതേ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ മേളിൽ നല്ല ക്രിങ്കിൾ ടോപ്പായിട്ടുള്ള ബ്രൗണിയാണ് കിട്ടിയിട്ടുള്ളത്. നട്ട്സൊന്നും അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ടിന്നിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് എടുക്കുന്ന സമയം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ലപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൈഡൊക്കെ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വിടിവിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ 2 സൈഡിൽ നിന്നും ഇതിങ്ങനെ പതിയൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇതുപോലെ സൈഡിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കാനായിട്ടും ഈസിയാണ്. ഇനി നമുക്കിത് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 4x4 എന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് ഒരു 16 പീസ് കിട്ടും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ക്രിസ്മസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രൗണീസൊക്കെ സെയിൽ ചെയ്യാം, ഹാമ്പേഴ്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.